കട്ട് ചെയ്യാവുന്ന ബാധ്യത പറയട്ടെ. ഹായ് ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിമനോഹരമായ കണ്ടൽക്കാടുകളുടെ നടുവിൽ കൂടെയുള്ള ബോട്ട് യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വള്ളത്തിൽ 12ഓളം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായ ഭയങ്കര പ്രകൃതി ഭംഗിയോട് ഇണങ്ങിയ ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി. നല്ല രസമാണ് ഇതിലൂടെ യാത്ര. നമുക്ക് പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണാനും വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാനും ബോട്ട് യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, ഈ സാമ്പ്രാണിക്കുടി സന്ദർശിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ കൊല്ലത്ത് വേറെ കാണാനുള്ള സ്ഥലങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന നല്ല സ്ഥലങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഹായ്. അവർക്ക് നീന്താൻ അറിയാം, അവർ നീന്തി പോവുകയും ചെയ്യും. നമ്മൾ ഈ തെരുവ് വിളിക്കുന്ന അവർ വിചാരിക്കുന്നതിനറിയോ, അവർക്കറിയത്തില്ല. ആരുമില്ല, ലൈവിലൊന്നും ആരുമില്ലായിരുന്നോ? ആ 2 പേരുണ്ട്. ഒരു കമന്റ് പോലും വന്നിട്ടുമില്ല. എല്ലാവരും അല്ലേ പണിയും ജോലിയൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരിക്കുമല്ലേ. വൈകുന്നേരത്തൊക്കെ ആവണമായിരിക്കും അല്ലേ ലൈവ് ആണെങ്കിൽ അല്ലേ? ആരുമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് വളരെ ആസ്വദമാണ് ഇവിടെ യാത്ര ചെയ്യാനായിട്ടും ഈ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യാൻ വളരെ പറ്റിയൊരു സമയമാണ്. മഴയൊന്നുമില്ല, അന്തരീക്ഷം നല്ല രസമുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന മെയിൻ ആളെന്ന് പറഞ്ഞാൽ ഈ സജി കൊച്ചിത്തറയാണ്. ടൈറ്റാനിക് ഫീൽ ആയിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. നല്ല രസം. പക്ഷെ നമ്മുടെ സൈചേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വരേണ്ടതാണ്. കാരണം നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു അല്ലേ, നല്ല ഒരു അല്ലെ പ്രകൃതി ഭംഗിയെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു അതാണ്. അപ്പൊ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരുന്ന നല്ലതായിരിക്കും. ലൈവ് വന്നോണ്ട് ഇവിടെ കമന്റും ഇതും വന്നോണ്ടിരിക്കുന്ന സമയത്ത് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ലൈവ് കൊടുത്തോണ്ടിരിക്കുമല്ലേ, ആൾക്കാർ കാണട്ടെന്നേ. കാരണം വരാൻ പറ്റത്തില്ലാത്ത എത്രയോ ആൾക്കാർ സാഹചര്യം കൊണ്ട് നമുക്ക് അല്ലെ, നമ്മളൊക്കെ ഇപ്പൊ ഈ സംഘത്തിന്റെ ഒരു ഇതിൽ വന്നുകൊണ്ടല്ലോ ഇവിടെയൊക്കെ എത്താൻ പറ്റിയത് അല്ലെ. ഒറ്റക്കേറായാലും ധരിച്ച് ഇവിടെ ഒക്കെ വന്ന് ഇത്ര പിന്നെ ഇവിടുത്തെ നമ്മള് DTPC ആണ് ഇവിടുത്തെ ബോട്ടിങ് നിയന്ത്രിക്കുന്നത്. DTPCയുടെ ബോട്ടിൽ ഒരാൾക്ക് ഏകദേശം 150 രൂപയാണ് ചാർജ് ആകുന്നത്. 150 രൂപ കൊടുത്ത് നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ വെള്ളത്തിൽ കൂടെ നമുക്ക് ഇറങ്ങി നടക്കാനും പിന്നെ അവിടെ നമുക്ക് ചെറു വള്ളങ്ങൾ ലഭ്യമാണ്. ഒരു വള്ളങ്ങൾ 600 രൂപ മുതൽ വെള്ളമുണ്ട്. പല റേറ്റുകളും പറയും. ഇച്ചിരി ബാർഗെയിൻ ചെയ്തൊക്കെ നമ്മൾ ഓഫ് സീസണൊക്കെ ആയതുകൊണ്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ ആ വള്ളത്തിൽ കയറി ഏകദേശം 1 മണിക്കൂർ സമയമാണ് നമ്മളിങ്ങനെ കണ്ടൽക്കാടിൻ്റെ നടുവിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഒരു ദൃശ്യവിരുന്നാണ്. ശരിക്കും ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല രസമുള്ളൊരു സ്ഥലം. എപ്പോഴും നമ്മുടെ യാത്ര കുറിപ്പിൽ ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്.